പ്രിയമുള്ളവരെ, ഞാൻ ഒരു മോട്ടിവേറ്ററോ ഒരു കൗൺസിൽ ചെയ്യുന്ന ആളോ ഒരു പ്രീസ്റ്റോ ഒരു മതപുരോഹിതനോ ഒന്നും അല്ലെന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറയാം. ഞാനൊരു പ്രവാസിയാണ്. വളരെ കാലമായി പ്രവാസി ആയതുകൊണ്ട് തന്നെ പല കൾച്ചർ, പല രാജ്യങ്ങളിലെ സംസ്കാരം, അതേപോലെ പല ഭാഷ, എനിക്ക് ഏതാണ്ട് 3-4-5 ഭാഷ അറിയാം. ഞാൻ എല്ലാ ദിവസവും ബന്ധപ്പെടുന്നത് വളരെയധികം രാജ്യക്കാരുമൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള പല കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് പുസ്തകം വായിച്ച് മോട്ടിവേറ്ററോ അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റോ ഇതൊന്നും അല്ലെങ്കിൽ ഒരു കൗൺസിൽ ചെയ്യുന്ന ഒരാളൊന്നും ആയതല്ല. എൻ്റെ അനുഭവം കൊണ്ടും ഞാൻ കണ്ടിട്ടുള്ളതും മാത്രം പറയുന്നു. നിങ്ങൾക്കതിൽ അംഗീകരിക്കാം, അവസാനം വരെ കേൾക്കണമെന്ന് മാത്രം. എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രായപൂർത്തിയായവർക്ക് ഒരുമിച്ച് താമസിക്കാനും പിന്നെ കല്യാണം കഴിച്ചും കഴിക്കാതെയൊക്കെ ജീവിക്കാനുള്ള അവകാശം ഇന്ന് ഇന്ത്യ മഹാരാജ്യം കൊടുക്കുന്നുണ്ട്, ലോകങ്ങളും കൊടുക്കുന്നുണ്ട്. പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാം, ഒരുമിച്ച് താമസിക്കാം, ഇഷ്ടമുള്ളപ്പോൾ പിരിയാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട് അത്രയൊന്നും ഡെവലപ്പായിട്ടില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരുപാട് പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരു പ്രായം വരെ വളർത്തിയവരെല്ലാം തള്ളിപ്പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് അന്ന് കണ്ട അല്ലെങ്കിൽ ഒരു 6 മാസം കണ്ടവരുടെ കൂടെ ഇറങ്ങിപ്പോന്നു. അവർ കുറച്ച് നാൾ ജീവിക്കുന്നു. ഈ പ്രേമിച്ച സമയത്തൊന്നും അവർക്ക് ജാതി പ്രശ്നമല്ല, സാമ്പത്തികം പ്രശ്നമല്ല, കുടുംബങ്ങൾ പ്രശ്നമല്ല, അപ്പനും അമ്മയും പ്രശ്നങ്ങളല്ല, മറ്റുള്ള ഒരു കാര്യങ്ങളും അവർക്ക് പ്രശ്നമല്ല. പക്ഷേ കല്യാണത്തോടടുത്ത് വരുമ്പോഴത്തേക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞാലും ചില ഇതിൽ അപ്പോഴേ ഒരാൾ മതം മാറുന്നു, അടുത്ത ആളിൻ്റെ മതത്തിലേക്ക് കയറുന്നു. അപ്പോൾ അതുവരെ വരാത്തതെല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഉടനെ തന്നെ അവർ ഒരാൾ മതം മാറി മറ്റേതിലോട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് തന്നെ അവരുടെ ആ പരസ്പര സ്നേഹം, അവർ പരസ്പരം കണ്ടു ഇഷ്ടപ്പെട്ട് പിന്നെ പെട്ടെന്ന് സഡൻ ആറ്റ് ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയാം. ആദ്യത്തെ പ്രാവശ്യം തന്നെ എനിക്ക് ലഡു പൊട്ടി എന്നൊക്കെ പറയാം. പക്ഷേ ഇതെല്ലാം കല്യാണത്തോടു കൂടി കല്യാണം അടുക്കാറാകുമ്പോഴത്തേക്ക് ഒരാൾ മതം മാറുന്നു, അവർ കല്യാണം കഴിക്കുന്നു, കുറേ നാൾ ജീവിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സാമ്പത്തികത്തിൻ്റെ പ്രശ്നം വരും, ജീവിത പ്രശ്നം വരും. അപ്പോൾ പിന്നെ പല നല്ലപോലെ ജീവിക്കുന്നവരുണ്ട്. അതിൽ ചില കാരണങ്ങളെന്ന് പറഞ്ഞാൽ 2 പേർക്കും ജോലിയുള്ളവരായിരിക്കും, 2 പേർക്കും അടിയുറച്ച് ഇത് കാണും, നല്ല കൾച്ചർ കാണും. ഈ കൾച്ചർ ഉണ്ടെങ്കിൽ തന്നെ സ്നേഹിച്ച സമയത്ത് മതം നോക്കാത്തവർ വിവാഹം എടുക്കുമ്പോഴത്തേക്ക്